ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ച പല വലിയ ആരോഗ്യ പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ മനുഷ്യരെ പ്രാപ്തമാക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് റൊട്ടേഷൻ പ്ലാസ്റ്റി എന്ന സർജിക്കൽ പ്രൊസീജിയർ. ഓസ്റ്റിയോസാർക്കോമ പോലുള്ള ബോൺ ക്യാൻസർ ബാധിച്ചോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ മൂലമോ കാൽമുട്ടിന്റെ ഭാഗം മുറിച്ചു മാറ്റേണ്ട സാഹചര്യം വരുന്നവർക്കാണ് റൊട്ടേഷൻ പ്ലാസ്റ്റി ഉപകാരപ്പെടുന്നത്. പ്രശ്നമുള്ള ഭാഗം മുറിച്ചു മാറ്റുന്ന സർജൻ ശേഷിക്കുന്ന കാൽപാദവും കണ്ണങ്കാലും അടക്കമുള്ള ഭാഗത്തെ 180 ഡിഗ്രി തിരിച്ച് മുകളിലെ കാലുമായി വീണ്ടും തുന്നി പിടിപ്പിക്കുന്നു. അതോടെ കാൽപാദത്തിന്റെ ആങ്കിൾ മുട്ടിന്റെ ജോയിന്റിന് സമാനമായി പ്രവർത്തിക്കാൻ തുടങ്ങും. പണ്ടത്തെ സാഹചര്യങ്ങളിൽ കാൽമുട്ടിന് മുകളിൽ മുറിക്കപ്പെടുന്നവർക്ക് മുട്ടിന്റെ സ്വാഭാവികമായുള്ള മടങ്ങാനുള്ള ശേഷി എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് നിത്യജീവിതത്തിൽ വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇവിടെ കണ്ണങ്കാലിന്റെ മടങ്ങാനുള്ള ശേഷിക്കൊപ്പം പ്രോസ്തെറ്റിക് ലെഗിനെ കാര്യക്ഷമമായി ഉപയോഗിച്ച് പേഷ്യന്റിന് മെച്ചപ്പെട്ട ചലനശേഷിയും ഫംഗ്ഷനാലിറ്റിയും കൈവരിക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളിൽ ശരീരത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് മുറിച്ചു മാറ്റപ്പെട്ട കാലിന്റെ അസ്ഥികളും വളരുമെന്നതിനാൽ വ്യത്യസ്ത അനുപാതത്തിലായിരിക്കും കണ്ണങ്കാലിന്റെ ഭാഗം തുന്നിപ്പിടിപ്പിക്കുക. എന്നാൽ പൂർണ്ണ വളർച്ച എത്തുമ്പോഴേക്കും രണ്ട് കാലുകളുടെയും നീ ജോയിന്റ്സ് ഒരേ അനുപാതത്തിലായിട്ടുണ്ടാകും. സർജറി നടന്ന് 3 മുതൽ 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ എല്ലുകൾ കൂടിച്ചേർന്ന് പ്രോസ്തെറ്റിക് ലെഗ് ഉപയോഗിച്ച് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പേഷ്യന്റിന് എത്താനാകും.